പ്രാർത്ഥനയും പ്രകൃതിയും ഒരുമിച്ച് ഒത്തുചേരുന്ന മഹാഭാരതത്തിന്റെയും ദാരികാവതം കഥയുടെയും പാരമ്പര്യങ്ങൾ പേറുന്ന മണ്ണാർക്കാടിന്റെ സ്വന്തം പോത്തോഴിക്കാവ് അഥവാ പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദാരികനെ വധിക്കാനായി പെരുമ്പറ മുഴക്കി ശ്രീഭദ്രകാളി നടന്നു നീങ്ങിയ പെരുമ്പടാരിയുടെ ദേശവഴികളിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അകത്തിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പെരുമ്പടാരി ശ്രീ പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം പോത്തോഴിക്കാവിന്റെ വിശേഷങ്ങളാണ്. പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിലെത്തുന്ന ഓരോ ഭക്തരും തങ്ങളുടെ ആദിവ്യാധികളെ, അവരുടെ വിഷമങ്ങളെയൊക്കെ തന്നെ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് വെറ്റിലകളായിട്ടാണ്. ദേവിയുടെ ശ്രീകോവിലിന് മുകളിലേക്ക് വെറ്റില എറിയുക എന്ന വിശേഷപ്പെട്ട ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട്. ആ വെറ്റിലകളായി നമ്മൾ സമർപ്പിക്കുന്ന സർവ്വ അപരാധങ്ങളും സർവ്വ വിഷമങ്ങളും അമ്മ ഉൾക്കൊള്ളുകയും നമ്മളെ അതിൽ നിന്നെല്ലാം ഉയർത്തുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന വള്ളുവനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പോത്തൊഴിക്കാവ് ഭഗവതി ക്ഷേത്രം. പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ശരിക്കുള്ള പേര്. അപ്പൊ ഇതിൽ തന്നെ നമ്മളെ അമ്പലത്തിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് ഈ ഒരു ആൽമാവ് എന്ന് പറയും. ആലും മാവും കൂടി ചേർന്നത്. അതായത് ആല് പുരുഷ സങ്കല്പവും മാവ് ദേവീ സങ്കല്പവും സ്ത്രീ സങ്കല്പമാണ്. ശിവന്റെയും പാർവതിയുടെയും നിത്യ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആത്മാവിലൂടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഫീല് അത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും കിട്ടുന്നതാണ്. കാരണം എത്ര വിഷമമുണ്ടെങ്കിലും ഈ മാനസികപരമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളുടെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നാൽ മതി, അപ്പൊ തന്നെ ആള് ഭയങ്കരമായിട്ട് കൂളാവും. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. പിന്നീട് ഭഗവതിയുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് ഭഗവതിയുടെ മുമ്പിൽ ഒന്ന് നിന്ന് തൊഴുതാൽ തന്നെ ആ വ്യക്തി നല്ല സമാധാനത്തോടു കൂടി തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ഭക്തരും പറയുന്നത് എൻ്റെ ഒരുപാട് വിഷമങ്ങൾക്ക് അറുതി ഉണ്ടായി തന്നെ പറയാം. അപ്പോ ഇനി അങ്ങോട്ടും ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് മുമ്പിലായിട്ടോട് പ്രാർത്ഥിക്കാം. വെറ്റിലേറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അതിനകത്തൊരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ഷേത്രത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് പോർക്കലിയാണ്. പോർക്കലി എന്ന് പറയുന്ന ഭാവം ഉഗ്രസ്വരൂപിണിയാണ്. നാലുകെട്ടിന്റെ നടുമുറ്റത്ത് ധാരികാവതം കഴിഞ്ഞ് വന്ന കലിയടങ്ങാത്ത ഭഗവതിയെ വേതാളത്തിന്റെ പുറത്ത് ചങ്ങലയിൽ ബന്ധിച്ചിരുത്തിയിരിക്കുന്ന ആ ഒരു ഭാവമാണ്. ആ സമയത്ത് എല്ലാ ദേവീദേവന്മാരും ഇവിടെ വന്നുവെന്നും ആ പുഷ്പവൃഷ്ടി നടത്തി എന്നുള്ളതാണ് ഇവിടുത്തെ രാശിപ്രകാരം പറഞ്ഞിട്ടുള്ള നിയമം. അപ്പൊ അതിന്റെ സങ്കല്പമായിട്ട് ആ എല്ലാ ദേവീദേവന്മാരും അടങ്ങിയതാണ് വെറ്റില എന്ന് പറയുന്നത്. ആ വെറ്റില നമ്മൾ ഭഗവതിയുടെ മുകളിലേക്ക് ഇടുന്നതാണ് സങ്കല്പം. അത് നമ്മൾ ശ്രീകോവിലിന്റെ മുകളിലേക്ക് എറിയുന്നു എന്നുള്ളതാണ്. ഓരോ ഭക്തനും നേരിട്ട് വന്ന് ചെയ്യാവുന്നതാണ്. എന്ത് കാര്യമാണോ ആ കാര്യം നടക്കും തന്നെ പറയാം. ഒരുപാട് പേരുടെ അനുഭവമാണ്. നമ്മൾ കാവില് പണ്ട് കാലം മുതലേ നടന്നു വരുന്ന കുറച്ച് ചടങ്ങുകളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും കളമ്പാട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ കോലം ചാർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കോലം ചാർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാല് നാൽക്കാലികളുടെ രൂപം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന്, മണ്ണിന്റെ രൂപമാണ് പണ്ടൊക്കെ ചാർത്തി ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മണ്ണിന്റെ രൂപം ഇവിടെ കാണാം, നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നമ്മൾ ഓടിന്റെ രൂപങ്ങൾ ഉണ്ട് ഇവിടെ. ഓടിന്റെ രൂപം, വെള്ളിയുടെ രൂപം ഒക്കെ ഉണ്ട്. അപ്പം എന്താണോ ആ നാൽക്കാലി ഉള്ളത്, അതായത് പശു, ആട്, പോത്ത്, ഇപ്പൊ പൂച്ച, നായ ഒക്കെ ഉണ്ട്, അതിന്റെ ഒക്കെ രൂപങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുകൾ ഇവിടെ സമർപ്പിക്കാറുണ്ട്. അപ്പൊ ഭഗവതി അതിനെ സംരക്ഷിക്കും എന്നാണ് പറയുക. കാരണം പണ്ട് കാലം മുതൽ ഇവിടെ പുഴയിലെ നിവേദ്യങ്ങൾ വെക്കുന്ന സമയത്ത് അവര് കോലം കൂടി കൊണ്ടുവന്ന് ചാർത്തും. അപ്പവും അടയും ഒക്കെ ഉണ്ടാക്കി ഭഗവതിക്ക് നിവേദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പൂരം ദിവസം കോഴിയെ നിവേദിക്കുക. കോഴി ഇവിടുത്തെ ഒരു പ്രധാനമായിട്ട് ഒരു ചടങ്ങായിരുന്നു. ഇപ്പൊ അതൊക്കെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ താന്ത്രിക വിധിയിലേക്ക് മാറിയ സമയത്ത് അത് വർഷത്തിൽ ഒരു പ്രാവശ്യം മൂലസ്ഥാനത്ത് ഗുരുതിയോടുകൂടി തന്നെ കഴിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ പൊങ്കാലയാണ്
പൊങ്കാല എല്ലാവരും വന്ന് പൊങ്കാല വെക്കും. വരം വാങ്ങിയ ദാരികനെ വധിക്കാനായി സാക്ഷാൽ പരമശിവൻ തന്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിയെ ജനിപ്പിച്ചു എന്നാണ് ദാരികാവധം കഥയിൽ പറയുന്നത്. ആ ജനിച്ച ഭഗവതി നടന്നു നീങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്. അമ്മ ഈ വഴിയിലൂടെ പുറപ്പെടുന്ന സമയത്ത് അമ്മയുടെ വരവറിയിക്കാനായി പെരുമ്പറകൾ മുഴങ്ങിയത്ര. അതുകൊണ്ട് തന്നെ ഈ ദേശത്തിന് പെരുമ്പറ മുഴങ്ങിയ ദേശമായതുകൊണ്ട് പെരുമ്പടാരി എന്ന പേര് വരികയും ചെയ്തു. അങ്ങനെ ദേവി സാക്ഷാൽ ദാരികനെ വധിക്കുകയും ഈ പ്രദേശത്തുള്ള ആളുകളുടെ മുഴുവൻ നന്മയ്ക്കായി ഇന്ന് ഈ ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്യുകയും ചെയ്യുന്നു. വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും എന്തൊക്കെ വിഷമങ്ങൾ കൊണ്ടാണോ ഈ തിരുസന്നിധിയിൽ വന്നു ചേരുന്നത്, അവരുടെ എല്ലാ വിഷമങ്ങളെയും തീർത്തു കൊടുത്തുകൊണ്ട് ഭഗവതി ഈ നാടിന്റെ മുഴുവൻ കാവലമ്മയായി വർത്തിക്കുന്നു. അമ്മയ്ക്ക് എപ്പോഴും സ്വന്തം മക്കളുടെ കൈകൾ കൊണ്ട് ഭക്ഷണം ലഭിക്കുന്നതാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ ഈ കുന്തിപ്പുഴയോരത്ത് ഈ കാവിലമ്മയുടെ മക്കളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് അമ്മയ്ക്ക് നേദിക്കുന്ന പൊങ്കാല ഭഗവതി ഏറെ സ്നേഹത്തോടെ രുചിക്കുന്ന കാഴ്ച ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ഓരോ ഭക്തനും അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. 5 വർണ്ണ പൊടികൾ കൊണ്ട് ഭദ്രകാളിയുടെ കളം വരച്ച് ദാരികാവധം പാട്ടുപാടി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കളമ്പാട്ട് പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന താലപ്പൊലിക്ക് ഈ നാട് മുഴുവൻ ഒന്നാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ അറിയപ്പെടുന്ന ഗജവീരന്മാരെല്ലാവരും ഒരുമിച്ച് കാവിലമ്മയെ വണങ്ങുന്ന ആ ദിവ്യ മുഹൂർത്തം ഈ നാട് മുഴുവൻ കാത്തിരിക്കുന്ന, വർഷത്തിലൊരിക്കൽ ഈ നാട്ടിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ദിവ്യ ദിവസമാണ്. പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കുന്തിപ്പുഴയോരത്ത് വാഴുന്ന ഈ കാവിലമ്മയെ കാണാൻ നിങ്ങൾ ഓരോരുത്തരും ഈ മണ്ണിലേക്ക് അകം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഒരു ക്ഷേത്രത്തിന്റെ വിശേഷവുമായി വീണ്ടും അകത്തിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒപ്പം അകത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഹൃദയം നന്ദി, നമസ്കാരം.